നമുക്കെങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഒരു കൂട്ടം ആളുകളുടെ മുൻപിലോ ഒരു പരിപാടി അവതരിപ്പിക്കാനോ ഒക്കെ ധൈര്യമായിട്ട് എങ്ങനെ സംസാരിക്കാം? എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ട അവസരം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ദാഹിക്കുന്നത്, ഓർത്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ വിട്ടുപോയി വിക്ക് പോലെയൊക്കെ വരുന്നത്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ധൈര്യമുള്ളവർക്ക് മാത്രമേ പറ്റൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. കാരണം ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ അത്ര ധൈര്യമുള്ള ആളൊന്നുമല്ല. അതിന് ധൈര്യത്തെക്കാൾ ആദ്യം നമുക്ക് ആഗ്രഹം വേണം. ആ സ്റ്റേജിൽ പോയി അടിപൊളി ഒരു പ്രസംഗം നടത്തി തിരിച്ചു വന്ന് ജാടയായിട്ട് ഇരിക്കാനുള്ള ആഗ്രഹം ആദ്യം തന്നെ വേണം. അതിന് നമ്മൾ ചിലപ്പോൾ തൊലിക്കട്ടി എന്നൊക്കെ പറയും. ഓരോരുത്തരും ഫേസ് ചെയ്യുന്നത് ഓരോ തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്തെങ്കിലും ഐഡിയയോ സൊല്യൂഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റേഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നം, ഞാൻ സംസാരിക്കുമ്പോൾ അത്ര ഒച്ചയില്ല, അത്ര ലെവലില്ല, വോളിയം ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും എന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റേഷൻ മാനേജറായിരുന്ന ജേക്കബ് സാർ ആണെന്ന് തോന്നുന്നു. സാർ എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് നല്ല ഉച്ചത്തിൽ പാട്ടിട്ട് കൂടെ അങ്ങ് പാടി നോക്കിയാൽ മതി, പതുക്കെ അങ്ങ് ബെറ്റർ ആവും എന്ന് പറഞ്ഞു. അതിൻ്റെ സാങ്കേതിക വശം എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്നും അതിൻ്റെ സാങ്കേതിക വശത്തേക്കാൾ കൂടുതൽ അതിൽ നിന്ന് എനിക്ക് കോൺഫിഡൻസ് ആണ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പാട്ടിട്ട് കൂടെ പാടി നോക്കണമെങ്കിൽ നമ്മൾ പാട്ടുകാരാവണമെന്നില്ല, നമ്മുടെ ശബ്ദം ആ പാട്ടിൻ്റെ കൂടെ കേൾക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഉച്ചത്തിൽ പാടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, തൊണ്ട പതുക്കെ ട്രെയിൻ ചെയ്ത് വരും. പക്ഷെ നമ്മളുടെ വോക്കൽ സ്ട്രെയിൻ ചെയ്യാന്നല്ല അർത്ഥമാക്കുന്നത് കേട്ടോ. ലേശം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഇനി ഞാൻ ഫേസ് ചെയ്ത രണ്ടാമത്തെ പ്രോബ്ലം, സംസാരത്തിൻ്റെ ഇടയിൽ എന്ന് കേൾക്കുന്നൊരു ശബ്ദമില്ലേ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രീലക്ഷ്മി ഇങ്ങനെ വന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രേഷ്മ അതിലേക്ക് കൂടെ പോയത് എന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ കിട്ടുന്ന ഈ ഗ്യാപ്പിന് ആ വരിയുടെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫില്ലറായിട്ട് എന്നൊരു ശബ്ദം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളങ്ങനെ സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറയും, അത് വളരെ നോർമലാണ്. പക്ഷെ ഒരു റേഡിയോ പരിപാടി അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒരു സ്പീച്ചൊക്കെ നടത്തുന്ന സമയത്ത് എന്ന് പറയുന്ന സൗണ്ട് ഒരു പരിധിക്കപ്പുറം വളരെ അരോചകമായിരിക്കും. ഈ പ്രശ്നം കുറയ്ക്കാൻ ഞാൻ 2 ട്രിക്കുകൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ സൊല്യൂഷൻ, നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ എന്ന് പറയുന്നതിന് പകരം അവിടെ മിണ്ടാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ, ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ രേഷ്മ കടന്നു വന്നു അല്ലെങ്കിൽ രേഷ്മ വന്നു എന്ന് പറയാം. നേരത്തെ എന്ന് ആഡ് ചെയ്ത സ്ഥലത്ത് ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് എന്ന് ശബ്ദം കൊടുത്ത് അരോചകമാവുന്നതിനേക്കാൾ നല്ലത് അവിടെ കുറച്ച് ലാഗ് വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൊടുക്കുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് മ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മിണ്ടായിരിക്കാം. ഇത് പതിയെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്യാപ്പ് കുറഞ്ഞു കിട്ടും, പിന്നെ അതങ്ങ് സ്പീഡായിക്കോളും. രണ്ടാമത്തെ സൊല്യൂഷൻ എഡിറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. വീഡിയോസോ അതുപോലെയുള്ള റെക്കോർഡഡ് പരിപാടികളൊക്കെ ആണെങ്കിൽ എന്നുള്ള ശബ്ദം കട്ട് ചെയ്ത് കളയുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പരിചയക്കാരുണ്ട്. നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ചില തെറി വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തും പട്ടിയെന്നും പൂച്ചയെന്നും പന്നിയെന്നും ഒക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ റേഡിയോയിൽ ലൈവൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ചിരിയുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും വന്നേക്കാം, നാവ് പിഴച്ചേക്കാം എന്നൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം, അത് മനഃപൂർവ്വമായിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഏതവസരത്തിലും നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത പ്രശ്നം, നമ്മളുടെ ചില വാക്കുകളുടെ പ്രയോഗങ്ങൾ. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു, തുടങ്ങ് എന്നുള്ളത്. ഓക്കെ, ആ തുടങ്ങ് എന്ന വാക്കിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. തുടങ്ങ് എന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം, വളരെ ഫോർമൽ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ധൈര്യത്തെ, കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കും. നമ്മൾ അത്രയും കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. നമ്മളായിട്ട് സംസാരിക്കുക, നമ്മളുടെ ഒരു വ്യക്തിത്വം ഷോക്കേസ് ചെയ്യാനായിട്ട് ഒരു മറ പിടിച്ച് അല്ലെങ്കിൽ ഒരു പത്രലേഖനം വായിക്കുന്ന പോലെയൊന്നും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ നോർമലായിട്ട് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു രീതിയോ ശൈലിയോ ഒക്കെ കാണും നിങ്ങളുടെ സംസാരത്തിൽ. അതുവഴി വേണം നമ്മളുടെ കാണികളെ പിടിച്ചിരുത്താൻ. ഇനി ഒരു ചെലവും ഇല്ലാത്ത ഒരു ഫ്രണ്ട് നമുക്കുണ്ട്,
കണ്ണാടിയുടെ മുൻപിൽ വെച്ച് നമുക്ക് പറയാനുള്ള കാര്യം കുറച്ച് ഓപ്പണായിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ പുതിയ പുതിയ പോയിന്റ്സ് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുമ്പോൾ കിട്ടും. പിന്നെ ആകെ ഒരൊറ്റ കാര്യം, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സ് എല്ലാം മനസ്സിൽ ഓർമ്മ വരണം എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച കാര്യം. നമ്മളുടെ കാഴ്ചപ്പാട് മാറുക. നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ മറ്റേ ആൾ എന്ത് വിചാരിക്കും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് എന്നെ കളിയാക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് പതിയെ ബെറ്റർ ആവണമെങ്കിൽ നമ്മൾ ചെയ്ത് സംസാരിച്ചും ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് ഓക്കെ ആകൂ. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മളുടെ ഡെയിലി ലൈഫിൽ പോലും സംസാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോലിക്ക് വേണ്ടി മാത്രമല്ല, സംസാരിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും സംസാരിക്കുക, കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും കേട്ടോണ്ടേയിരിക്കുക. ബൈ ബൈ. ചില തിളക്കങ്ങൾ നമ്മുടെ ജീവിത നിമിഷങ്ങളോട് ചേർന്ന് നിലകൊള്ളും. ഓരോ ആഭരണവും ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ, ആഘോഷങ്ങളുടെ, സ്വപ്നങ്ങളുടെ. ശുദ്ധമായ സ്വർണത്തിൽ വിശ്വാസം ചേർത്ത് സൗന്ദര്യം നിലകൊള്ളുന്ന ഒരു പാരമ്പര്യം. ഇത് വെറും ആഭരണമല്ല, ഇത് ആത്മവിശ്വാസമാണ്. ഇത് നിങ്ങളുടെ കഥയാണ്. ചിത്ര ജ്വല്ലറി. വിശ്വാസത്തിന്റെ തിളക്കം, സൗന്ദര്യത്തിന്റെ ഒപ്പ്.